കുഞ്ഞിനെ അങ്ങോട്ട് കൊടുത്തിട്ട് ഞങ്ങളുടെ കൂടെ വരൂ. മോളെ ഞാന് സത്യാമ്മ ധൈര്യമായിട്ടിരിക്കെ. ഇതിലും കടുത്ത പനി ഉറഞ്ഞു തുള്ളി വന്നിട്ട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മള്. പിന്നെയല്ലേ ഈ ജലദോഷപ്പനി. ഇവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. സത്യാമ്മയ്ക്ക് ഒരു ആപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. ശാലിനി കുഞ്ഞ്, ശാലിനി കുഞ്ഞ്, ഒന്ന് പുറത്തേക്ക് വാ കുഞ്ഞ്. ദേ അവിടെ. എന്ത്? അവിടെ കുഞ്ഞിന്റെ അച്ഛൻ. അച്ഛൻ? അച്ഛോ മോളെ, അയ്യോടാ. അയ്യോ. ഓഹോ. ഓ ഓ എന്താ അച്ഛാ? എന്താ മോളെയും കൊണ്ട്? ശ്യാമ ഒരു തരത്തിലും മോളെ അവിടെ നിർത്താൻ സമ്മതിക്കുന്നില്ല. സമ്മതിക്കുന്നില്ലെന്നോ? അതിന് മോളെ അവിടെ നിർത്താൻ അവളുടെ സമ്മതം എന്തിനാ? അവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും അച്ഛനല്ലേ. മോളെ എവിടേക്ക് മാറ്റണ്ട. അവള് അവിടെ തന്നെ വളരേണ്ട കുട്ടിയല്ലേ. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് മോളെ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? ഈ കുഞ്ഞ് ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്നല്ലേ. ശ്യാമയുടെ കൂടെ നിർത്തിയാൽ അതുണ്ടാവില്ല. നിനക്കറിയോ, ഇന്നലെ രാത്രി കുഞ്ഞിന് ശ്യാമ കൊല്ലാൻ നോക്കി. കൊല്ലാൻ നോക്ക്? ശ്യാമയോ? അതെ. നമുക്കിത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അവക്ക് ഈ കുഞ്ഞിനെ കാണുമ്പോ ഭ്രാന്ത. എന്താണ് ചെയ്യുന്നതെന്നും പറയുന്നതും അറിയാൻ പറ്റാത്തൊരവസ്ഥയാ. അതുകൊണ്ടാ പറഞ്ഞത്, ഇനി നീ കുഞ്ഞിനെ ഏറ്റെടുക്കണം. ശാരീരിക സുഖമായി വരുന്നതുവരെ ഈ കുഞ്ഞിനെ നീ നോക്കണം. എതിർത്തൊന്നും എന്നോട് പറയരുത്. നീ കൂടി കൈവിട്ട എനിക്ക് പിന്നെ ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഒരിടമില്ല. ഇതിന്റെ മുഖം കണ്ട എങ്ങനെയാച്ച ഇങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നുന്നേ? ശ്യാമയുടെ മനസ്സ് അങ്ങനെയായിപ്പോയി. ഓ, ഇനി പറഞ്ഞ് നേരെയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുമില്ല. അവളുടെ മനസ്സ് നിറയെ സംശയ. അത് അവളുടെ ജീവിതം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ അറിയുന്നുമില്ല. ശാലിനി, ശാലിനിയുടെ അച്ഛൻ ഇതിപ്പോ വന്നു. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഈ കുഞ്ഞ് ശാരികേച്ചിയുടെ മോളാ. മോളെ ഇപ്പൊ അവിടെ ശ്യാമ നിർത്തുന്നില്ല. ശ്യാമയുടെ സ്വസ്ഥത ഈ കുഞ്ഞ് കളയുന്നു. ഓ, ശാരീരിക ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരെ മോളെ ആരെങ്കിലും ഒന്ന് നോക്കണം. അല്ല, ഈ കുഞ്ഞിന്റെ കാര്യവും ഹോസ്പിറ്റലിലെ കാര്യവും രണ്ടും കൂടി എന്നെ കൊണ്ട് നടക്കില്ല. ഇങ്ങനെ ഞാനൊന്ന് എടുക്കട്ടെ. വാ 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 വാ. ഓ ഓ ഓ വാ 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 വാ. ഓ മാഡം, രാവിലെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നതിന് ക്ഷമിക്കണം. സത്യഭാമയ്ക്കെതിരെ ഒരു പ്രേരണ കുറ്റമുണ്ട്. അതിനെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. അറസ്റ്റ് ചെയ്യാനോ? എന്തിന്? എന്ത് പ്രേരണ കുറ്റ? ആത്മഹത്യക്ക് ശ്രമിച്ച കുട്ടിക്കൃഷ്ണൻ ഇന്നലെ രാത്രി മരിച്ചു. മരിച്ചോ?
മരണകാരണമായ അയാൾ പേപ്പറിൽ കുറിച്ചിരിക്കുന്ന പേര് സത്യഭാമയുടെയാ. അയാളുടെ ഫോണിലേക്ക് അവസാനം കോള് വന്നിരിക്കുന്നതും സത്യഭാമയുടെ തന്നെയാ. അല്ലെന്ന് സത്യഭാമ പറയട്ടെ. ഫോണിൽ കുട്ടിക്കൃഷ്ണനെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടില്ലെന്ന് സത്യഭാമ പറയട്ടെ. പറ സത്യഭാമേ, സത്യസന്ധമായിട്ട് കാര്യം പറ. വിളിച്ചിരുന്നോ ഇല്ലയോ? ഞാൻ വിളിച്ചിരുന്നു. കണ്ടില്ലേ മേഡം, സത്യഭാമയ്ക്ക് അങ്ങനെ നുണ പറയാൻ കഴിയില്ല. കാരണം കാശ് കൊടുക്കാനുള്ളവരോട് സത്യഭാമ പറയുന്ന ഒരു ഭാഷയുണ്ട്. ആ ഭാഷ പോലീസ് ഇൻസ്പെക്ടറായ എൻ്റെ അടുത്ത് പോലും സത്യഭാമ എടുത്തിട്ടുണ്ട്. സത്യം പറയാലോ മേഡം, പെറ്റ തള്ള പോലും സഹിക്കില്ല. എന്നെപ്പോലെ ഈ നക്ഷത്ര ചിഹ്നമുള്ളവനെ ആ രീതി പറയാമെങ്കിൽ കുട്ടിക്കൃഷ്ണനെ പോലുള്ള അയ്യോ പാവം കേസുകളെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ പവറിന്റെ പുറത്ത് അയാൾ കയറി തൂങ്ങി. അറസ്റ്റ് ചെയ്യാതെ വേറെ മാർഗമില്ല മേഡം. സോമശേഖരനപ്പോ പക പോക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? സത്യസന്ധതയോടെ ജോലി നോക്കുന്നതിന് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കണോ മേഡം? മരണമൊഴി പോലെ അവൻ എഴുതി വെച്ചിരിക്കുന്ന പേരുകളിൽ ആദ്യത്തെ പേര് സത്യഭാമയുടെ പേരാ. സാഹചര്യ തെളിവുകളും സത്യഭാമയ്ക്കെതിരാ. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചു എന്നും പറഞ്ഞ് വെറുതെ ഒരാളെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റോ? അത് തെളിയിക്കേണ്ടത് കോടതിയിലാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണം മാഡം. മുകളിൽ നിന്ന് ഒരുപാട് പ്രഷറുണ്ട്. കുഞ്ഞിനെ അങ്ങോട്ട് കൊടുത്തിട്ട് ഞങ്ങളുടെ കൂടെ വരൂ. മോളെ ഞാന് സത്യാമ്മ ധൈര്യമായിട്ടിരിക്കെ. ഇതിലും കടുത്ത പനി ഉറഞ്ഞു തുള്ളി വന്നിട്ട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മള്. പിന്നെയല്ലേ ഈ ജലദോഷ പനി. ഇവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ. സത്യാമ്മയ്ക്ക് ഒരു ആപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. കുഞ്ഞിനെ അങ്ങോട്ട് വാങ്ങ്. സത്യമേ. സത്യമ്മ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. വരൂ. കുഞ്ഞെ, സത്യാമ്മ